സീതാസമേത ഹനുമൽ പൂജിത ശ്രീ രാമചന്ദ്രായ പരബ്രഹ്മണേ നമഃ. ശ്രീരാം ജയ രാം ജയ ജയ രാം. ഓം ശ്രീരാം ജയ രാം ജയ ജയ രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം. ഓം ശ്രീരാം ജയ രാം ജയ ജയ രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം. ഓം ശ്രീരാം ജയ രാം ജയ ജയ രാം. ശ്രീരാം ജയ രാം ജയ ജയ രാം. ഓം ശ്രീരാം ജയ രാം ജയ ജയ രാം. ഇങ്ങനെയുള്ള മന്ത്രധ്വനി മുഴങ്ങിക്കൊണ്ട് ആ അന്തരീക്ഷം പ്രസിദ്ധമായിരിക്കുന്ന സമയത്താണ് ഗംഗ കടന്ന് ഗുഹനോടൊപ്പം രാമചന്ദ്രപ്രഭുവും ലക്ഷ്മണനും സീതാദേവിയും വനയാത്രയുടെ ആരംഭം കുറിച്ചത്. അപ്പോൾ വനത്തിലേക്ക് കടക്കാൻ നേരത്ത് ഗുഹൻ വളരെയധികമായിട്ട് പ്രസന്നനായിട്ട് അതുപോലെ ദുഃഖം രണ്ടും കൂടെ ഒരുമിച്ചാണ്. കാരണം രാമനെ കിട്ടിയതിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആനന്ദം, രാമനെ ഇനിയിപ്പോൾ പിരിയണമെന്നുള്ള ദുഃഖം. അപ്പോൾ ഇതിലേതാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് അറിയാണ്ട് രണ്ടും ഒരുപോലെ കണ്ടുകൊണ്ട് രാമൻ്റെ തൃച്ചേവടികളിലേക്ക് സാഷ്ടാംഗമായി പ്രണമിച്ചുകൊണ്ട് വീണുകൊണ്ട് ആ പാദങ്ങളെ തൊട്ട് തലോടിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് ഈ പാദങ്ങളെ വിട്ടുപോകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറയുന്നു. നോക്കുക, രാമനെ പിന്തുടരാനായിട്ട് ഒരുപാട് പേര് നിൽക്കുക. അയോധ്യ മുഴുവൻ വന്ന് നമ്മൾ കണ്ടു. തൊട്ട് പിറകെ തേരിൻ്റെ പിറകെ ഓടി ഓടി അയോധ്യ ജനങ്ങൾ മുഴുവൻ ഓടിയോ ഞങ്ങളും കൂടെ ഉണ്ടെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഗുഹൻ പറയുന്നു ഞാനും കൂടെ വരട്ടെ എന്നാ. കാരണം എന്താണ്? യദ്യദാചരി ശ്രേഷ്ഠ തത്തദേവോ ഇതരോ ജനാഹ. അപ്പോൾ ഈ പറയുമാതിരി ശുദ്ധമായ ഹൃദയത്തോടു കൂടി ഗുഹൻ പൂജാദികളൊക്കെ ചെയ്ത് രാമനെ വളരെയധികം കണത്തോടുകൂടി അശ്രുക്കൾ കൊണ്ട്, ആനന്ദാശ്രുക്കൾ കൊണ്ട്, പ്രേമാശ്രുക്കൾ കൊണ്ട് പാദം ഒന്നുകൂടെ നല്ല രീതിയിൽ പാദാഭിഷേകം ചെയ്യുന്നു ഗുഹൻ. എന്നിട്ട് ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക, എനിക്കറിയാം ഈ രണ്ടുപേരും ആരാണെന്ന്. കാരണം എന്താണ്? ശ്രീരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയാണ് സീതാദേവിയായിട്ട് കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളെ ഞാൻ എങ്ങനെ പിരിയും, എങ്ങനെ ഞാൻ ഇവരെ മാറ്റും എന്നാലും ഒരു ധൈര്യമുള്ളത് അങ്ങ് കൂടെ ഉള്ളതുകൊണ്ടാണ്. ആരാണ്? അനന്തൻ്റെ രൂപമാണ് അവിടുന്ന് ഒരു അന്തവും ഇല്ലാണ്ട് ഇവരെ എപ്പോഴും കൂടെ സംരക്ഷകനായിട്ട് കൂടെ വന്ന അങ്ങേയും ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞ് ലക്ഷ്മണനെ നമസ്കരിച്ചിട്ട് സീതാദേവിയെയും ഗുഹൻ നമസ്കരിക്കുന്നു. കാരണം എന്താണ്? ജഗദംബികയാണ്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം വേണം. അപ്പോൾ പറഞ്ഞ എൻ്റെ അമ്മ എന്ന് പറയുന്നത് മുമ്പ് കാണുന്ന ഗംഗാദേവിയാണ്. ഗംഗ എന്ന് പറയുന്നത് ഈ പറയുമാതിരി ശിവൻ്റെ ജടയിൽ, ആകാശഗംഗ ശിവന് മാത്രമേ അതിനെ താങ്ങാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഗംഗയെ തൻ്റെ ജടയിൽ സംഭരിച്ചിരിക്കുന്ന ആ ശിവനെയും നമ്മൾ നമിക്കുന്നു. ജയ ഗംഗേ ജയ ശ്രീ ഗംഗേ ജയ ഗംഗേ മാ ശിവഗംഗേ ജയ ഗംഗേ ജയ ശ്രീ ഗംഗേ ജയ ഗംഗേ മാ ശിവഗംഗേ എന്ന് പറഞ്ഞ് സീതാദേവിയും ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും എന്താണ്? ഗംഗാദേവിയെ നമസ്കരിക്കുന്നു. അമ്മയെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ദീപപൂജയും എല്ലാ ബലിതർപ്പണങ്ങളും എല്ലാം അമ്മയ്ക്ക് നൽകുന്നതാണ്. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെ ഗംഗാദേവിയുടെയും അനുഗ്രഹത്തോടു കൂടി അവർ വനത്തിലേക്ക് കടക്കുന്നു. നമ്മളിത് നോക്കുമ്പോൾ ഭാഗവതത്തിൽ വരുമ്പോൾ അക്രൂരൻ ഇതുപോലെയാണ് കൃഷ്ണനെ രാമനെ മധുരയിലേക്ക് കൊണ്ടുവരുന്നത്. കാളിന്ദി തീരത്തെത്തുമ്പോഴത്തേക്ക് ഇതുപോലെ നിർത്തും. ഗംഗയുടെ ഇവിടെ നിന്ന പോലെ നിർത്തിയിട്ട് ഈ പറയുമാതിരി കാളിന്ദിയിലേക്ക് ഇറങ്ങുന്ന അക്രൂരന് അനന്തശായി ദർശനം ലഭിക്കുന്നു. അപ്പോൾ ഗുഹൻ എങ്ങനെയാണോ വിഷ്ണു രൂപം എന്നുള്ളത് ശരിയായിട്ട് മനസ്സിലായത്, അതുപോലെ അക്രൂരനും കൃഷ്ണരൂപത്തിലിരിക്കുന്ന ആ രാമകൃഷ്ണൻ എന്താണ്? അനന്തശായിയായിട്ട് ദർശനം കൊടുക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് വനത്തിലേക്ക് ഇവർ കടന്നു വരുമ്പോൾ ഇപ്പോഴാണ് രാമായണത്തിൻ്റെ പൂർണ്ണത അറിയുന്നത്. എന്താണ്? ഈ ഭൂമിയിൽ നമ്മൾ മനുഷ്യനായിട്ട് വന്നാൽ ചെയ്യേണ്ട ഒരേ ഒരു പ്രവർത്തനമെന്ന് പറയുന്നത് തീർത്ഥാടനമാണ്.
തീർത്ഥാടനമെന്ന് പറയുമ്പോൾ രാമൻ കാണിച്ചു തന്ന വഴി അതാണ്. കാട്ടിൽ വന്നപ്പോൾ കാണുന്ന തീർത്ഥങ്ങളും ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും ഇതുപോലെ പുണ്യനദികളും ഇത് ദർശിക്കുക എന്നുള്ളതാണ് രാമായണത്തിൽ വനയാത്രയുടെ സാഫല്യമെന്ന് രാമൻ നമ്മളെ പഠിപ്പിക്കുന്നു. എത്രയെത്ര ആശ്രമങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം അവരെന്താണ് രാമനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പലരും തപശ്ചര്യയിൽ ഇരിക്കുകയാണ്, രാമൻ വരും. പക്ഷേ രാമൻ അവതരിക്കുന്നതിന് മുമ്പേ തപശ്ചര്യയിൽ ഇരിക്കുന്ന മഹാത്മാക്കളും സന്യാസി ശ്രേഷ്ഠന്മാരും നമുക്ക് ചിത്രം കാണാൻ സാധിക്കും. അപ്പോൾ ഈ വനത്തിലേക്ക് ഇങ്ങനെ കടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഭരദ്വാജ ആശ്രമമാണ്. ഭരദ്വാജ മുനി പറയുമാതിരി രാമനെ പ്രതീക്ഷിച്ച് രാമൻ വരട്ടെ എന്ന് പറഞ്ഞ് രാമമന്ത്രം ജപിച്ച് അതിൽ സാർത്ഥത നേടി കാത്തിരിക്കുമ്പോഴാണ് അവിടെ ചെന്ന് ഭരദ്വാജ മുനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്താണ്, ഞാൻ രാമൻ വരട്ടെ രാമനാമം ജപിച്ച് ഇരുന്നപ്പോൾ ജഗദംബികയോടുകൂടി വന്നിരിക്കുകയാണ്. പിന്നെ ഇതിൽ വേറൊരു പ്രയാസം എന്ന് പറയുന്നത് ഭരദ്വാജൻ പറയുന്നുണ്ടത്, ഭരദ്വാജ മുനിയാണ് രാമനെ ശരിക്ക് മനുഷ്യരൂപത്തിൽ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ പറയുന്നു, ഈ വനയാത്ര സമയത്ത് കൈകേയി രാമന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ ഇങ്ങനെ വനത്തിലേക്ക് വരേണ്ടതെന്ന്. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ വന്നത് രാമൻ്റെ യാത്രയുടെ സാഫല്യമാണ്, പൂർണ്ണതയാണ്. അപ്പോൾ എവിടെയാണോ രാമനുള്ളത് അവിടെ സീത കാണും. ഇവർ രണ്ടുപേരും എവിടെയുണ്ടോ അവിടെ ലക്ഷ്മണനും കൂടെ കാണുന്നു. അപ്പോൾ ഇത് വലിയൊരു ആശയമാണ്. എന്താണ്, ഞങ്ങളെപ്പോലെയുള്ളവരെ അനുഗ്രഹിക്കാനായിട്ടാണ് നിങ്ങൾ 3 പേരും ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേദസ്വരൂപമാണ് ഈ 3 പേരും. വേദജനനി നമ്മൾ അമ്മയെ പറയുന്നുണ്ടല്ലോ, വേദാംബിക, വേദജനനിയാണ് സീതാദേവി എന്ന് പറയുന്നത്. വേദസ്വരൂപനാണ് വിഷ്ണു ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ നിശ്വാസങ്ങളാണ് വേദങ്ങൾ പോലും, നിശ്വാസമാണ് വേദങ്ങളായിട്ട് പരിണമിച്ചിരിക്കുന്നത് പോലും. പിന്നെ ലക്ഷ്മണൻ എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ സംരക്ഷിക്കുന്ന രീതിയിൽ അങ്ങനെ നിങ്ങൾ ഇവിടെ വന്നത് വളരെ സന്തോഷമായി. പക്ഷേ ഒരു പ്രയാസം എന്ന് പറയുന്നത്, കൈകേയി രാമന് മാത്രമാണ് ഈ പറയുമാതിരി മരവുരി ഇതൊക്കെ കൊടുക്കേണ്ടത്. എന്നാൽ സീതാദേവി അലങ്കാര വിഭൂഷിതയായിട്ട്, അമ്മ എപ്പോഴും അലങ്കാര വിഭൂഷിതയായിട്ടേ കാണാൻ പറ്റുള്ളൂ, ജഗദംബികയാണ്. പക്ഷേ എല്ലാ ആഭരണങ്ങളും വാങ്ങിച്ചിട്ട് പറഞ്ഞയച്ചത് ശരിയായില്ല എന്ന് ഭരദ്വാജൻ പറയുന്നു. കാരണം എന്താണ്, സുമംഗലികൾ എപ്പോഴും സർവാഭരണ ഭൂഷിതരായിട്ട് തന്നെ കാണണം, അല്ലാണ്ട് കണ്ടുകൂടാന്നാണ് പറഞ്ഞത്. അത് ദോഷമാണ്. ആഭരണം ഇവർക്കൊരു അലങ്കാരമാണ്. അലങ്കാരം എന്നുള്ളത് ജഗദംബികയ്ക്ക് എന്തിനാണ് ഈ അലങ്കാരം എന്ന് പറയുന്നത്? ഇപ്പം ഈ ദേവന്മാർക്കും ദേവിമാർക്കും നമ്മൾ ഈ അലങ്കാരങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? അവർക്ക് വേണ്ടിയിട്ടല്ല. അലങ്കാരം നമ്മൾ അണിഞ്ഞ് കഴിയുമ്പോൾ അത് കൊണ്ടുവന്ന ഭക്തർക്ക് അത് കണ്ട് അവർ സന്തോഷിക്കണം. അതിനായിട്ടാണ്. അവരില്ലാതെ അവർക്ക് അലങ്കാരം, കാരണം അത്രത്തോളം സൗന്ദര്യധാമങ്ങളാണ് ദേവദേവിമാരൊക്കെ. പിന്നെ എന്തിനാ അലങ്കാരം എന്ന് ഈ പറയാൻ പറ്റില്ല. അപ്പോൾ അലങ്കാരഭൂഷിതയായിട്ട് വേണം സീത ഇങ്ങോട്ട് നമ്മുടെ കൂടെ വരാൻ. അതിൽ വേറൊരു രഹസ്യമുണ്ട്. എന്താണ് രഹസ്യം? ഈ ഭയങ്കരമായ ദേവരഹസ്യം എന്ന് പറയുന്നത്, ഈ സ്വയംവരം കഴിഞ്ഞ തന്നെ അവിടെ വച്ചും ഒരുപാട് ആഭരണങ്ങൾ ജനകൻ കൊടുത്തു. സീതയ്ക്കൊക്കെ ഒരുപാട് ആഭരണങ്ങൾ കൊടുത്തു. രാമനും ആഭരണങ്ങൾ കിട്ടി. അപ്പോൾ അവിടെ നടന്ന ഒരു സംഭവമാണ് ഈ പറയുമാതിരി മോതിരം മാറ്റം. അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം ഇടുന്നത് ഈ പറയുമാതിരി മിഥിലയിൽ തുടങ്ങി. അപ്പോൾ അതിലെന്താ കണ്ടത്? രാമൻ്റെ പേര് എഴുതിയത് സീതാദേവി രാമൻ്റെ കയ്യിലേക്കും, സീതയുടെ പേര് എഴുതിയത് തിരിഞ്ഞു അല്ലേ, സീതയ്ക്ക് രാമൻ്റെ നാമവും രാമൻ്റെ കയ്യിൽ നിന്ന് സീതയുടെ നാമമുള്ള മോതിരങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാണ് അവസാനം ആഞ്ജനേയ മഹാപ്രഭുവിന് രാമനാമാങ്കിതമായിട്ട് കൊടുക്കാൻ സാധിച്ചത്, മോതിരം. അപ്പോൾ പറയും മോതിരത്തിന് വളരെയധികം, അപ്പോൾ ഈ ഓരോ ആഭരണത്തിനും ഓരോ പ്രാധാന്യങ്ങളുണ്ട് എന്ന് രാമായണം തെളിയിക്കുന്നു. ഭരദ്വാജ മുനി പറയുന്നു, ആഭരണ വിഭൂഷിതയായിട്ട് തന്നെ പോകണം. അപ്പോൾ ഇവർക്ക് അലങ്കാരമുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും അലങ്കാരമുണ്ട്. എന്താണ് അലങ്കാരം? കോദണ്ഡധാരിയായിട്ട് നിൽക്കുന്ന രാമൻ, അതാണ് അലങ്കാരം. രാമന് കോദണ്ഡമാണ്, വൈഷ്ണവ ചാപമാണ് അദ്ദേഹത്തിൻ്റെ അലങ്കാരം. അപ്പോൾ സീതാദേവിക്ക് ഈ പറയുമാതിരി അലങ്കാരം വേണം. എങ്കിലേ ഈ പറയുമാതിരി നമുക്ക് അലങ്കാരം എന്നുള്ളത് നമ്മുടെ അത്യാവശ്യത്തിന് പ്രയോജനപ്പെടുന്നു. അപ്പോൾ രാമനാമ അങ്കിതമായ ആ മോതിരം രാമന് കൊടുക്കാൻ സാധിച്ചതും ഈ പറഞ്ഞൊരാശയമാണ്. അതിനുശേഷമായിരിക്കും ഈ മോതിരം മാറ്റ ചടങ്ങെന്നുള്ളത് കൂടുതലായിട്ട് വന്നതും. അപ്പോൾ ഈ പറയുമാതിരി രാമനാമ അങ്കിതമായ ആ ഭാവം, രാമനാമം അങ്കിതമായി തീരുമ്പോൾ ഇവിടെ വേറൊന്നുകൂടെ ഭരദ്വാജൻ പറയുന്നു, നിൻ്റെ നാമനാമം ഞങ്ങളുടെ ജിഹ്വയിൽ എപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് രാമനെ എൻ്റെ മുമ്പിൽ കാണാനായിട്ട് സാധിച്ചത്. ആത്മാഭിരാമ ആനന്ദരാമ
സീതാരാമ രഘുരാമ ആത്മാഭിരാമ. ആത്മാവ്, പരമാത്മാവാണ് രാമനായിട്ട് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് സീതാരാമനായിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒന്നും മാറുന്നില്ല. കാരണം എന്താണ്? ഇത് പല മുനിമാരും ശ്രേഷ്ഠരും അവർ പറയുന്നു, ഒരു ദീപത്തിൽ എങ്ങനെയാണോ ദീപവും അതിൻ്റെ ഉഷ്ണവും ഒരുമിച്ചിരിക്കുന്നത്, അതുപോലെയാണ് സീതയും രാമനും ഒരുമിച്ച്. അവർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭേദമല്ല, അഭേദമായ ശൈലിയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സീതാരാമനെ നമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു ഭരദ്വാജ മുനി രാമന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ നേരെ മുമ്പോട്ട് 2 ദിവസം കഴിഞ്ഞ് അവിടെ താമസിച്ചു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആശ്രമങ്ങളിൽ താമസിക്കുകയും തീർത്ഥം എന്ന് പറയുമ്പോൾ ശരിക്ക് ഋഷിമാരും തീർത്ഥങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ ഗുരുദേവൻ്റെ ഗുരുദേവനും വിദ്യാധിരാജ തീർത്ഥപാദരാണ്. അപ്പോൾ തീർത്ഥം എന്ന് പറയുമ്പോൾ ശരിക്ക് തീർത്ഥം എന്ന് പറയുന്നത് ഗുരുനാഥന്മാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അനുഗ്രഹം രാമനും സീതയും ലക്ഷ്മണനും നേടിയിട്ട് ചിത്രകൂടത്തിലേക്ക് ചെല്ലുമ്പോൾ അടുത്തതായിട്ട് ഇവർ കാണുന്നത് വാൽമീകി ആശ്രമമാണ്. പ്രകൃതി രമണീയമായ ആ വാൽമീകി ആശ്രമം. വാൽമീകി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വാൽമീകി ഓടി വന്ന് നമസ്കരിക്കുന്നു. കാരണം എന്താണ്? ഞാൻ എൻ്റെ ജന്മസാഫല്യമാകുന്നത്, ജന്മം പൂർണ്ണമാകുന്നത് രാമദർശനത്തിലൂടെയാണ്. രാമനെ എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹമല്ല, അത്യാഗ്രഹമല്ല, ജന്മസാഫല്യമായിട്ട് എനിക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്ന മന്ത്രം സപ്തർഷികൾ ഇദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹം പറയുന്നു, രാമൻ്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് രാമൻ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നു, ഇരുത്തിയിട്ട് മധുര പലഹാരങ്ങളും പല ഇതും കൊടുത്ത് പൂജിക്കുന്നു, പാദപൂജയൊക്കെ നടത്തുന്നു. നടത്തി കഴിഞ്ഞിട്ട് രാമൻ്റെ അടുത്തിരിക്കുന്നില്ല, താഴെയായിട്ടിരിക്കുന്നു. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എന്താണ്? ഞാൻ ജന്മം കൊണ്ട് ദ്വിജന, പക്ഷേ കർമ്മം കൊണ്ട് ശൂദ്രനായിട്ട് മാറി. ആ സമയത്ത് എന്നെ രാമനിലേക്ക് എത്തിച്ചത് സപ്തർഷികളാണ്. അപ്പോൾ എൻ്റെ കർമ്മദോഷത്തിലാണ് ഞാൻ ശൂദ്രൻ. അപ്പോൾ കർമ്മം കൊണ്ടാണ് ഞാൻ ശൂദ്രനായത്. ഇത് ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു അല്ലേ? എന്താണ്? കർമ്മം കൊണ്ടാണ് നിന്നെ എല്ലാവരെയും ചാതുർവർണ്ണ്യം മയാ സൃഷ്ട ഗുണകർമ്മ വിഭാഗശാന. ഗുണവും കർമ്മവും അനുസരിച്ചാണ് ചാതുർവർണ്ണ്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും തെളിച്ചു തരുകയാണ്. ദ്വിജൻ ബ്രാഹ്മണനായിരുന്ന വാൽമീകിയാണ് രത്നാകരൻ എന്നുള്ള കൊള്ളക്കാരനായിട്ട് മാറിയത്. പക്ഷേ ഋഷീശ്വരന്മാരുടെ സമാഗമനം കൊണ്ട്, അവരുടെ സമാഗമം കൊണ്ട്, അവരുടെ അനുഗ്രഹം കൊണ്ട് നേരെ വാൽമീകി എന്നുള്ള മഹർഷി പദത്തിലേക്ക് വന്നെത്തുന്നു. കാരണം എന്താണ്? അവർ പറഞ്ഞു കൊടുത്തു, നിൻ്റെ കുടുംബത്തോട് ചോദിക്കുക, നീ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ നിനക്ക് ഇതിൽ അവരും കൂടെ പങ്കെടുക്കുമോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞെന്താണ്? ഭാര്യയുടെ പോയി ചോദിച്ചോ, ഭാര്യ പറഞ്ഞു, ആ താൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടും, നിങ്ങൾ തന്നെ അനുഭവിക്കും എന്ന് പറയും. അപ്പോൾ ആ പാപം നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ, അത് ഞങ്ങൾക്കാർക്കും അതിൽ പങ്കില്ല. അപ്പോൾ നോക്കണേ, ലോകത്തിൻ്റെ ഒരു നിയമം എന്താണ്? പാപങ്ങളും കഷ്ടപ്പാടുകളും ചെയ്യണവർ അനുഭവിക്കണം. അതേസമയം ചെയ്ത് കിട്ടുന്ന ധനം മുഴുവൻ അനുഭവിക്കാൻ എല്ലാവരും ഉണ്ട്. ഇതാണ് അല്ലേ? അപ്പോൾ ഭാര്യയും മക്കളും എല്ലാവരും കൂടെ ഇങ്ങനെ കൊള്ളയടിച്ച് കൊണ്ടുവരുന്നത് അനുഭവിക്കാൻ എല്ലാവർക്കും പങ്കുണ്ട്. ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയും. പാപത്തിൻ്റെ കാര്യം കേട്ടപ്പോൾ താൻ അനുഭവിച്ചാൽ മതി എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം ഇദ്ദേഹത്തിൻ്റെ നിന്ന്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, വാൽമീകി എന്ന് പറഞ്ഞാൽ രത്നാകരൻ തൻ്റെ ഭാര്യയെ നമസ്കരിക്കുന്നു. കാരണം എന്താണ്? അവളാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തേക്ക് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി കൊടുത്തത്. ഞങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞ് അവിടെ രാമായണം അവസാനം തീർന്നില്ല. അപ്പോൾ അതല്ല, നിങ്ങൾ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ നൽകിയ സദുപദേശം ശരിയാ. പലയിടത്തും ഭാര്യ ഗുരുവായിട്ട് മാറുന്നുണ്ട് അല്ലേ? നമ്മൾ രാമായണത്തിൽ നോക്കുമ്പോഴും രാമായണത്തിൽ കാണുന്ന ഈ പറയുന്ന ഒരു ആശയതത്വം, ഇതാണ് ഗുരുതത്വം എന്ന് പറഞ്ഞത്. ഗുരുത്വം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഭാഗവതത്തിലേക്ക് വന്നാലും കുചേലനെ പറഞ്ഞ് കൃഷ്ണൻ്റെ അടുത്തേക്ക് വിടുന്നത് ഭാര്യ തന്നെയാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ കിടാവിളക്കെന്ന് പറയുന്നത്, ഈ വഴികാട്ടി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ധർമ്മപത്നിമാരാണ്. അപ്പോൾ ആ പത്നിയുടെ ആ ആജ്ഞ അനുസരിച്ചെന്നാണ് പറയണത്. ഗുരുവായിട്ട് മാറി. തുളസീദാസൻ്റെ ജീവിതത്തിലും ഇതുപോലെ ഭാര്യയുടെ മാഹാത്മ്യം പറയുന്നുണ്ട്. ഭാര്യയാണ് രാമനിലേക്ക് തുളസീദാസനെ തിരിച്ചുവിടുന്നത്. അങ്ങനെ രാമൻ്റെ നാമം കേൾക്കാനായിട്ട് ഓടി വന്ന
രത്നാകരൻ വന്ന് മുനിമാരുടെ പാദത്തിൽ വീണു, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് താരകമന്ത്രം പറഞ്ഞു തരാമെന്ന്. പക്ഷേ ഈ പറയുമാതിരി കർമ്മദോഷം കൊണ്ട് അതെന്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവർ പറഞ്ഞു, നീ ഇവിടെ 2 മരത്തിൻ്റെ നടുക്കിരിക്കുക, കാരണം കാട്ടിലുള്ളവനാണ്. അപ്പോൾ മരങ്ങളെക്കുറിച്ച് ഭയങ്കര അറിവാണ്. അതുകൊണ്ട് ആ മരം എന്ത്, ഈ മരം എന്തെന്ന് ചോദിച്ച് പറഞ്ഞ് നടുക്കിരുത്തി പറഞ്ഞു കൊടുത്തു. ഇതാണ് ഒരു ഗുരുവിൻ്റെ കാരുണ്യം, ഗുരു കടാക്ഷം എന്നാണ്. കാരണം എന്താണ്, താരകമന്ത്രം ഇവനെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർക്ക് ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞ്, ഞങ്ങൾ വരുന്നവരെ ഇവിടെ ഇരിക്കുമെന്ന്. ആലോചിച്ച് നോക്കണം. ഇതൊക്കെയാണ് അവരിലുള്ള ഗുണപാഠം. എന്താണ്, വന്നിട്ടേ എഴിക്കാവൂന്ന് പറഞ്ഞു. അവർ വന്നത് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ, ആ പ്രദേശത്തെത്തിയപ്പം രാം 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 ഇവിടുന്ന് ഈ രാം രാം ശബ്ദം അവർ ചുറ്റിന് നോക്കിയിട്ട് അപ്പോഴാണ് ഒരു പുറ്റ് കണ്ടത്. പുറ്റ് നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ രാമനാമം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴവർ പറഞ്ഞു, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് പോയ ഒരു കാട്ടാളൻ ഇവിടെയുണ്ട്, അതാണ് എന്ന് പറഞ്ഞിട്ട് അവരവിടെ കമണ്ഡലിൽ നിന്ന് അമൃത ബീജാക്ഷരമായ മന്ത്രം ജപിച്ച് അതിലേക്ക് പോഷണം ചെയ്തപ്പോൾ ആ പുറ്റിനകത്തു നിന്നും ഇറങ്ങി വന്ന രത്നാകരനെ അവരാണ് സംബോധന ചെയ്ത് വാൽമീകി എന്നുള്ളത്. പുറ്റിൽ നിന്ന് വന്നത് എന്ന് വെച്ചാൽ, പുറ്റെന്ന് പറഞ്ഞാൽ ദേഹം മുഴുവൻ മണ്ണ് കൊണ്ട് മറഞ്ഞു എന്നാണ്. കാരണം ഇത്രയും വർഷങ്ങൾ നമ്മൾ ഈ പറയുമാതിരി ഒരു 3 മാസം അത്രയൊന്നും വേണ്ടി വരില്ല അല്ലേ. നമ്മളൊന്ന് ബെഡിൽ കിടന്നു പോയാൽ ശരീരത്തിന് തന്നെത്താനെ പുഴുക്കൾ വരും. അതാണ് ബെഡ്സോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ അടങ്ങാതെ ഇരുന്നപ്പോഴത്തേക്ക് ഈ പറയുമ്പോൾ ശരീരം പുറ്റുകൊണ്ട് അതുപോലെ അങ്ങ് മൂടിപ്പോയി. അപ്പോൾ വർഷങ്ങളായി. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വന്നത് ഈ പറയുമ്പോൾ വേറൊരു സത്യം എന്ന് പറയുന്നത്, രാമനാമ താരകം സദാ ഭജോരേ സദാ ഭജോരേ സദാ ജപോരേ രാമനാമ താരകം സദാ ഭജോരേ. രാമനാമ മന്ത്രം അറിയാണ്ടാണ് വർണ്ണങ്ങൾ തിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടും അതിൽ നിന്ന് ആ രാമനാമ മന്ത്രം. അപ്പോൾ ഭഗവാൻ ഭാവഗ്രഹി എന്നതാണ്. ഭഗവാൻ എന്നുള്ളത് ഭാവത്തെയാണ് ഗ്രഹിക്കുന്നത്. അവരെന്ത് പറയും എങ്ങനെയെന്നുള്ളതല്ല. ഇത് എന്താണ്, വ്യാകരണ ശുദ്ധിയും നോക്കിയിട്ടല്ല ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ നാമത്തെ അംഗീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ രാമനാമമായിപ്പോൾ താരക മന്ത്രമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരീരം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഇതറിയണം. അപ്പോൾ രാമനാമം ജപിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെയും ലോകത്തെയും ഇതെല്ലാം മറന്ന് അതിലേക്ക് ലയിക്കണം. അതാണ് വാൽമീകി എന്ന് കിട്ടുന്ന ഒരു ഉദാഹരണം. അതുകൊണ്ട് വാൽമീകി മണ്ണിലായി പുറ്റിലായി എന്നിട്ട് അതിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇതറിയണം. ഇതിൽ നിന്നാണ് കേരളത്തിലെ ജനങ്ങൾക്കൊരു നാമം കിട്ടിയത്. എന്താണ്, എല്ലാവരും മണ്ണിൻ്റെ മക്കളെന്നാണ്. മണ്ണിൽ നിന്നാണ് മണ്ണിൻ്റെ മക്കളെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് വാൽമീകിയുടെ ആഗമനമാണ്. അങ്ങനെ വാൽമീകിയെ എന്നിട്ട് ഇവരനുഗ്രഹിക്കുന്നു. അതിൽ വേറൊരു രഹസ്യം കൂടെയുണ്ട്. എന്താണ്, ആ സമയത്ത് അന്നത്തെ കാലത്തൊക്കെ ജീവനെ അസ്ഥിയിൽ പിടിച്ചു നിർത്താനുള്ള കഴിവ് അന്നത്തെ സിദ്ധിയന്മാർക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അന്നമയ കോശമാണ്. കലിയുഗത്തിൽ അന്നമയ കോശമാണ്. അന്നത്തിലാണ് ജീവനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്. അപ്പോൾ അന്ന് അസ്ഥിയിൽ പിടിച്ചു നിർത്തിയിരുന്നു. അങ്ങനെ വാൽമീകിയിൽ നിന്ന് ഈ സപ്തർഷികളാണ് ആദ്യമായിട്ട് സ്വീകരിച്ച് മണ്ണിൻ്റെ മക്കളായ മോനായ വാൽമീകിയെ സ്വീകരിച്ചുകൊണ്ട് വന്നത്. ഇതിൽ വേറൊരു രഹസ്യം കൊണ്ട് ഈ പലരും നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. രാമായണത്തിൻ്റെ അവസാനം രാമൻ സീതയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. അതിൽ ഈ മണ്ണിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അതിലൊരു കാര്യം വരുന്നുണ്ട്. എന്താണ്, അവിടെ രാമൻ ഉപേക്ഷിച്ചതല്ല. കാരണം പണ്ട് കാലം തൊട്ടേ കേരളത്തിൽ നടന്ന ഒരു സമ്പ്രദായമാണ്, ഗർഭിണി ആയിക്കഴിഞ്ഞാൽ അവരവരുടെ അമ്മയുടെ വീട്ടിലേക്ക് മോളെ കൊണ്ട് ആക്കണമെന്നാണ്. അപ്പോൾ ഈ പറയുമാതിരി അമ്മ എന്നാണ് ഭൂമിയാണ്, സീതയുടെ അമ്മ ഭൂമിയാണ്. ആ ഭൂമിയുടെ മണ്ണിൽ നിന്ന് വന്ന ആളാണ് വാൽമീകി. അങ്ങനെ വാൽമീകി അപ്പം മൂത്ത ജ്യേഷ്ഠനാണ്. അങ്ങനെ ജ്യേഷ്ഠൻ്റെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചതാണ്, മണ്ണിൻ്റെ മോളാണ് സീതയും. അങ്ങനെ ജ്യേഷ്ഠൻ്റെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചതാണ്. നമ്മൾ പറയും രാമൻ ഉപേക്ഷിച്ചു അവിടെ കൊണ്ട് വിട്ടു എന്ന്. അതല്ല സത്യം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് മറിക്കുക, അത് മാറ്റിമറിക്കുക, അത് അറിയുക നമ്മളത്. അപ്പോൾ മണ്ണിൻ്റെ മക്കളായ വാൽമീകിയും സീതയും ആ വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞു അവസാനവും. ഇപ്പോൾ സീതയും രാമനും ലക്ഷ്മണനും കൂടെ വാൽമീകിയുടെ ആശ്രമത്തിൽ വന്ന് സീത ലക്ഷ്മണനായിട്ട് അനുഗ്രഹം കൊടുക്കുന്നു.